ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണെന്ന് പറയുമ്പോഴത്തേനും അതിന് തൊട്ടുമ്പോൾ വാക്യം പറയാണ്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, നീ എൻ്റെ മാർഗത്തിൽ നടക്കണം, പാപങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഈശോ സൗഖ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് ഈ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈശോ സൗഖ്യപ്പെടുന്ന സമയത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈശോ ഇങ്ങനെ ചുമ്മാ സുഖപ്പെടുത്താം അല്ലേ, എനിക്ക് നോക്കുമെന്നൊക്കെ പറയാം. പക്ഷേ ഈശോ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കെടുത്ത് വീട്ടിൽ പോ. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ സൗഖ്യമുള്ളവനായിരിക്കുന്നു. ശരിക്കും നമ്മുടെ പാപങ്ങളിൽ നിന്നൊരു വലിയ വിമുക്തിയും കൂടെ നമ്മൾ ആവശ്യപ്പെടണം സൗഖ്യത്തോടൊപ്പം. എൻ്റെ ഈ ശരീരം ഓക്കെ ആവുക മാത്രമല്ല, ഈശോയെ എൻ്റെ ആത്മാവ് കൂടെ സൗഖ്യപ്പെടണം. രണ്ടും കൂടെ ഈശോ ഒരുമിച്ച് ചെയ്യാണ്. ആത്മാവിനുള്ള സൗഖ്യം, ഒപ്പം തന്നെ ശരീരത്തിലുള്ള സൗഖ്യം. വിശുദ്ധ കുർബാനയെ കുറിച്ച് സഭയുടെ മതബോധനം പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈശോയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആത്മാവിന്റെയും ശരീരത്തിന്റെയും വൈദ്യനായ ഈശോ. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, ആത്മാവിന്റെയും ശരീരത്തിന്റെയും വൈദ്യനായ ഈശോ. ശരിക്കും നമ്മൾ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിൽ സൗഖ്യം എന്ന് വെച്ചാൽ പാപങ്ങളിൽ നിന്നുള്ളൊരു മോചനം. ഈശോയുടെ കൽപ്പന അനുസരിച്ച് ഈശോയുടെ മാർഗത്തിൽ നടന്ന് വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് ഈ പുറപ്പാട് 15:26 ആ വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കുക. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ മേലാത്തൊരു കൈ നേരെയാക്കുക മാത്രമല്ല, എൻ്റെ ശരീരത്തിന്റെ രോഗബാധിതമായ ഒരു അവയവത്തെ സൗഖ്യപ്പെടുത്തുക മാത്രമല്ല, ഈശോ ഒരു ടോട്ടാലിറ്റിയാണ് തരിക. യോഹന്നാൻ 10:10 പറയുന്നില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാവാനുമാണ്. ഒരു രോഗം മാറുക മാത്രമല്ല, നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഒരു ടോട്ടലി ഈശോയുടെ ഒരു സൗഖ്യം നിറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്.